ആദിലയുടെ അഹങ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. അത് ഈ വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എപ്പോഴൊക്കെ ആദില കിച്ചൺ ടീമിൽ ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് അനീഷ് കൂടെ ഉണ്ടാകുമ്പോൾ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഈയിടെയായി കൃത്യമായിട്ട് പറഞ്ഞാൽ ഗസ്റ്റായി റിയാസ് വന്നു പോയതിനു ശേഷം ആദില കുറച്ചൊന്നുമല്ല കുറേ ഓവറാണ്. പ്രത്യേകിച്ച് അനീഷിൻ്റെ അടുത്ത് വാഴ മരവാഴ പൊട്ടൻ മണ്ടൻ തരത്തിൽ കളിക്കണമെന്നും പറഞ്ഞ് അനീഷിനെ പറയാത്ത വാക്കുകളില്ല. ഈ അവഹേളനം അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് സഹിക്കുന്നത്. സത്യത്തിൽ കിച്ചൺ ടീമിൽ എന്തെങ്കിലും ഒരു പണിക്ക് വിളിച്ചാൽ അവൾക്ക് വയ്യ. നുണ പറയാനാണെങ്കിൽ സമയത്തിന് അവൾ മുന്നിലുണ്ടാകും. ഇന്നലെയും ആദില കിച്ചണിൽ പ്രശ്നങ്ങളുണ്ടാക്കി. രാവിലെ അതായത് പണി കുറവുള്ള സമയത്ത് പാത്രങ്ങൾ കഴുകിക്കൊള്ളാം, ഉച്ചയ്ക്ക് അവളെ കൊണ്ട് വയ്യ എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾക്കും അനീഷ് വിളിക്കുമ്പോൾ അനീഷിനെ വല്ലാതെ അവൾ അവഹേളിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഇന്നും പാത്രം കഴുകാൻ അനീഷ് വിളിച്ചപ്പോൾ ആദില സമയമാകുമ്പോൾ വന്നോളാം എന്ന് പറഞ്ഞു ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് സമയം കഴിഞ്ഞപ്പോൾ അതായത് പരിധി കഴിഞ്ഞപ്പോൾ വീണ്ടും അനീഷ് വന്ന് ആദിലയെ വിളിക്കുന്നുണ്ട്. തനിക്ക് എന്തിൻ്റെ സൂക്കേടാണ്, താൻ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ആദില. പക്ഷേ അനീഷ് പറയുന്നുണ്ട്, ആദില ഇപ്പം തുടങ്ങിയാലേ കഴിയുള്ളൂ, നീ ഒന്ന് വാ എന്നും പറഞ്ഞ് അനീഷ് പ്ലീസ് ചെയ്ത് പറയുന്നുണ്ട്. ശരി, കിച്ചൺ ടീമിൻ്റെ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് ഞാൻ ചെയ്തോളാം, ആദില ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദില പിറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയാൽ തൻ്റെ തുണികളൊക്കെ പറക്കുമെന്ന്. പറഞ്ഞതുപോലെ തന്നെ ആദില അനീഷിൻ്റെ ബെഡും ബെഡ് കവറും ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. തലേണിയൊക്കെ ഹാളിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ശേഷം കിച്ചണിൽ പാത്രം കഴുകുന്ന അനീഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് പാത്രങ്ങൾ വലിച്ചു വാങ്ങി സ്പൂണും മറ്റും വലിച്ചെറിഞ്ഞ് പാത്രത്തിലുണ്ടായിരുന്ന വേസ്റ്റ് വെള്ളം അനീഷിൻ്റെ ദേഹത്തേക്ക് ഒഴുക്കുകയായിരുന്നു. അനീഷ് ആയതുകൊണ്ട് തന്നെ വളരെ ആത്മസംയമനത്തോടു കൂടിയാണ് നിന്നത്. ഇത്രയും പ്രാവശ്യം വിളിച്ചിട്ടും വരാത്തത് കൊണ്ടല്ലേ അയാൾ പാത്രം കഴുകിയത് എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ എന്നെ വിളിക്കാൻ ഇയാൾ ആരാണ്? അയാൾ പറയുന്നത് കേൾക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്കെതിരെ നിന്ന് കളിച്ചാൽ ഞാൻ എതിർക്കും, തിരിച്ചു പറയും. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അയാളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചത്? മൈക്കും കാര്യങ്ങളൊക്കെ നനഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഒഴിച്ചത്, മര്യാദ തന്നാൽ മാത്രമേ തിരിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ആദില പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാകും, അത്രയും മര്യാദയോടു കൂടി തന്നെയാണ് ആദിലയോട് അനീഷ് സംസാരിക്കുന്നതും പാത്രം കഴുകാൻ വിളിക്കുന്നതും. പക്ഷേ അത്രയും തവണ വിളിച്ചിട്ടും എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പാത്രം കഴുകി തുടങ്ങിയത് എന്ന് അനീഷ് പറയുമ്പോൾ ആദില ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, കിച്ചണിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ നീ എല്ലാവരെയും കെട്ടാൻ പോവുകയല്ലോ എന്നും പറഞ്ഞിട്ട്. എന്തൊരു അഹങ്കാരമാണ് ആദില എന്നൊരു സ്ത്രീയുടെ. ഒച്ചത്തിൽ അവൾ പറയുന്നുണ്ട് അഹങ്കാരത്തോടെ തന്നെ, താൻ പോയി തൻ്റെ തരത്തിൽ കളിക്ക്, താൻ പറയുന്നത് കേൾക്കാൻ നീ എൻ്റെ മൂത്താപ്പ അല്ലല്ലോ, വെട്ടുകിളി, തരത്തിൽ പോയി കളിക്കടാ, പോടാ പോടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അനീഷിൻ്റെ ക്ഷമയെ പ്രശംസിക്കാതെ വയ്യ. കാരണം അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ, തർക്കങ്ങൾ കൂടുതലൊന്നുമില്ലാതെ ഇത് അവസാനിച്ചത്. പക്ഷേ ആദില ഇത് പെട്ടെന്നൊന്നും അവസാനിപ്പിക്കില്ല. കാരണം അവൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ റിയാസ് വന്നു പോയതിനു ശേഷം അവൾ ടാർഗറ്റ് ചെയ്യുന്നത് അനീഷിനെ തന്നെയാണ്. പോട്ടെ, അഭിലാഷോ അക്ബറോ ഷാനവാസോ ആയിരുന്നു അനീഷിൻ്റെ സ്ഥാനത്ത് ഇന്ന് എങ്കിൽ ആദിലയുടെ 10-30 പല്ലുകൾ വെളിയിൽ വന്നേനെ, അവൾ മര്യാദയും പഠിച്ചേനെ. വീണ്ടും ലക്ഷ്മി പറയുന്നത് ഓർത്തു പോവുകയാണ്, അവളെ വീട്ടിൽ കയറ്റാൻ പോയിട്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ കേരളത്തിൽ പോലും കയറ്റാൻ കൊള്ളത്തില്ല. മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞവർക്ക് അനീഷ് എന്ന ഒരു സാധാരണ മനുഷ്യൻ വെറും ഒരു സമയം പോക്ക് മാത്രമായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.